ഇന്ന് ശ്രീ ജി സുധാകരൻ മുൻ മന്ത്രി അദ്ദേഹത്തിൻ്റെ ഒരു പത്രസമ്മേളനം കാണാനിടയായി. വളരെ ശ്രീ ജി സുധാകരൻ സത്യസന്ധമായ രീതിയിൽ അതിൽ കാര്യങ്ങൾ അവതരിപ്പിച്ചു. അദ്ദേഹത്തിന് എതിരെ ഉണ്ടായ അവഗണനകൾ, ആക്ഷേപങ്ങൾ, ആ രീതിയിലുള്ള കാര്യങ്ങളെല്ലാം അദ്ദേഹം വളരെ വികാരനിർഭരമായിട്ട് അദ്ദേഹം അതിൽ വിളിച്ചു പറഞ്ഞു. നിർവികാരമാനായിട്ടിരുന്ന് പറയുന്നു എന്നുണ്ടെങ്കിൽ പോലും അദ്ദേഹത്തിന് ഉള്ളിലെ വിക്ഷോഭങ്ങൾ അദ്ദേഹത്തിൻ്റെ കണ്ണുകളിൽ നിന്ന് നമുക്ക് വായിച്ചെടുക്കാവുന്ന രീതിയായിരുന്നു കണ്ടത്. പാർട്ടിയുമായിട്ട് ഇത്രയും നാളുള്ള ബന്ധം അത് അവസാനിപ്പിക്കുകയാണ്. പാർട്ടിയിൽ നിന്ന് ഞാൻ പാർട്ടിയിലില്ല ഇനി എന്ന് പറഞ്ഞു. അദ്ദേഹത്തിൻ്റെ അനുജൻ്റെ രക്തസാക്ഷിത്വം അതിനെക്കുറിച്ച് പറഞ്ഞു. അതെല്ലാം പറഞ്ഞിട്ട് അവസാനം അദ്ദേഹം പറഞ്ഞത് പല കാര്യങ്ങൾ പറഞ്ഞ കൂട്ടത്തിൽ പറഞ്ഞു അദ്ദേഹത്തിനെ ഒരുപാട് കടന്നാക്രമിച്ചു. അല്ലെങ്കിൽ അനങ്ങത്തില്ലായിരുന്നു കേട്ടോ. ഒരുപാട് കടന്നാക്രമിച്ചു എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിനെ ഒരുപാട് ആക്ഷേപിച്ചു, അസഭ്യവാക്കുകളൊക്കെ പറഞ്ഞു. അദ്ദേഹത്തിൻ്റെ അച്ഛന് വരെ വിളിച്ചു എന്നാണ് അദ്ദേഹം പറയുന്നത്. അപ്പോൾ ഇതൊക്കെ ശ്രദ്ധയിൽപ്പെട്ടിട്ടും ഇതൊക്കെ ചെയ്ത ആളുകളുടെ പേരിലൊന്നും പാർട്ടി ഒരു നടപടി എടുക്കുന്നില്ല. അപ്പോൾ അദ്ദേഹത്തിനെ വേണ്ടാത്തത് കൊണ്ടല്ലേ. അപ്പോൾ ഒരു മനുഷ്യന് മത്സരിക്കാൻ അദ്ദേഹത്തിന് ആഗ്രഹം തോന്നിയാൽ അത് പറ്റുമെങ്കിൽ അവിടെ സീറ്റ് കൊടുക്കണം, മത്സരിപ്പിക്കണം. അതിന് പകരം അദ്ദേഹത്തെ ആക്ഷേപിച്ചുകൊണ്ടോ അപമാനിച്ചുകൊണ്ടോ കാര്യമുണ്ടോ? തെറി വിളിച്ചുകൊണ്ടോ അച്ഛനെ വിളിച്ചുകൊണ്ടോ കാര്യമുണ്ടോ? അതിനെക്കുറിച്ചാണ് അദ്ദേഹം പറഞ്ഞത് മുഴുവൻ. എന്നിട്ട് അദ്ദേഹം പറഞ്ഞു, ഞാൻ ഏതായാലും അതുകൊണ്ട് സ്വതന്ത്രനായിട്ട് അമ്പലപ്പുഴയിൽ മത്സരിക്കാൻ തീരുമാനിച്ചു. അങ്ങനെ കുറേ നാളായിട്ട് നീണ്ടു നിൽക്കുന്ന അനിശ്ചിതത്വത്തിന് ഒരു തിരശ്ശീല ഇട്ടുകൊണ്ട് അദ്ദേഹം അർത്ഥശങ്കയ്ക്ക് ഇടയില്ലാത്തതും വെളിവാക്കി അദ്ദേഹം ഒരു സ്വതന്ത്ര സ്ഥാനാർത്ഥിയായിട്ട് മത്സരിക്കുന്നു എന്നുള്ളത്. ഏതൊക്കെ ശേഷം അദ്ദേഹം പറഞ്ഞ കാര്യങ്ങളുണ്ട്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ അടുത്ത് ചോദിച്ചു, ഈ യു ഡി എഫ് പിന്തുണ എന്നെ ആരും കണ്ടൊന്നും പറഞ്ഞിട്ടില്ല. അപ്പോൾ പക്ഷേ അത് പിന്തുണ സ്വീകരിക്കുക അത് അന്നേരത്തെ കാര്യമല്ലേ, അതിപ്പോൾ പറയാൻ ഒക്കത്തില്ലല്ലോ, നമുക്ക് അത് ആലോചിച്ച് ചെയ്യാം എന്നുള്ള രീതിയിലാണ് പറഞ്ഞേക്കുന്നത്. അപ്പോൾ അവർ പിന്തുണ പ്രഖ്യാപിക്കാതെ ശ്രീ ജി സുധാകരൻ അദ്ദേഹത്തിൻ്റെ അന്തസ്സാണ് പറഞ്ഞത്. അദ്ദേഹത്തിന് പറയാൻ ഒക്കത്തില്ല ഞാൻ അവരുടെ പിന്തുണ അവർ സ്വീകരിക്കും എന്ന് പറയാൻ ഒക്കത്തില്ല. ഞാനൊക്കെ അദ്ദേഹത്തോട് പറഞ്ഞിട്ടുണ്ട് ആര് പിന്തുണച്ചാലും ശരി സ്വീകരിക്കണമെന്ന്. കാര്യം ഞാനത് പറയാൻ കാര്യം എന്തെന്നറിയും, ഇതേപോലെ കറ തീർന്ന ആളുകൾ, അതായത് കറയില്ലാത്ത അഴിമതിക്കറ പുരളാത്ത രാഷ്ട്രീയക്കാർ, അങ്ങനെയുള്ള ആളുകൾ പൊതുപ്രവർത്തകർ വേണം നിയമസഭയിലേക്ക് വരാൻ. അല്ലാതെ കക്ക് മോട്ടിങ്ങൊക്കെ അവന്മാരെയൊക്കെ വീണ്ടും വീണ്ടും തിരഞ്ഞെടുത്ത് വിടുക, അവിടെ മത്സരിപ്പിക്കുക, അവിടെ പാർട്ടി കോട്ട ആയതുകൊണ്ട് ജയിച്ചോളും, എത്ര കൊള്ളം അടിച്ചാലും കട്ടാലും. ഈ പറയുന്നതിൽ എന്തെങ്കിലും അർത്ഥമുണ്ടോ? അങ്ങനെയുള്ളവന്മാർ മത്സരിക്കുന്നിടത്ത് അതിലും നല്ലതാണ് ശ്രീ ജി സുധാകരനെ പോലുള്ള ആളുകൾ മത്സരിക്കേണ്ടത്. അത് നമ്മുടെ ഒരു അനിവാര്യതയാണ്, ഇങ്ങനെയുള്ള ഒരാളെ എടുത്ത് കളയാനല്ല. ഞാൻ ചോദിക്കട്ടെ, സംസാരിക്കാനൊക്കുന്നത് വരെ വി എസ് അച്യുതാനന്ദൻ അദ്ദേഹം അഭിപ്രായങ്ങൾ പറഞ്ഞിട്ടില്ലേ? അദ്ദേഹം ആളുകളെ ക്രിട്ടിസൈസ് ചെയ്തിട്ടില്ലേ? ചന്ദ്രശേഖരൻ്റെ വധം കഴിഞ്ഞപ്പോൾ അദ്ദേഹം നേരെ പോയിട്ട് രമയുടെ അടുത്ത് പോയി കണ്ടു. മാർക്സിസ്റ്റുകാരാണ്, യഥാർത്ഥത്തിൽ CPM-ൻ്റെ ഗുണ്ടകളാണ് ചന്ദ്രശേഖരനെ ആക്രമിച്ച് കൊലപ്പെടുത്തിയതെന്ന് അറിഞ്ഞുകൊണ്ട് തന്നെയാണ് അദ്ദേഹം പോയത്. അദ്ദേഹം അവരെ അണച്ചു പിടിച്ച് ആശ്വസിപ്പിച്ചതാണ്, ഒരു മകളോടെന്നതുപോലെ. അതായിരുന്നു വി എസ് അച്യുതാനന്ദൻ. അപ്പോൾ ആ രീതിയിൽ പ്രവർത്തിക്കുന്ന ആളുകളാണ് നമുക്ക് വേണ്ടത്. അദ്ദേഹം ഈ സംസാരിക്കാൻ പറ്റുന്നതുവരെ ഈ സ്ഥാനമാനങ്ങളിൽ ഇരുന്നില്ലേ? അതുപോലെ തന്നെ മുഖ്യമന്ത്രിയായിട്ടിരുന്നപ്പോഴും എത്ര പ്രായമുണ്ടായിരുന്നു? യഥാർത്ഥത്തിൽ അവരോടൊക്കെ നിൽക്കാൻ കൊള്ളാവുന്ന, അവരുമായിട്ടൊക്കെ കിടപിടിക്കാൻ പറ്റുന്ന ഒരു മഹത് വ്യക്തിയാണ് ജി സുധാകരൻ. അദ്ദേഹത്തെ അങ്ങനെ അവഗണിച്ച് അദ്ദേഹത്തിന് പ്രായമായി, വയസ്സ് കഴിഞ്ഞുപോയി എന്ന് പറഞ്ഞാൽ നമ്മുടെ മുഖ്യമന്ത്രിക്ക് വയസ്സ് കഴിഞ്ഞിട്ടില്ലേ? ചിന്തിക്കണ്ടേ? അപ്പം ചിലർക്ക് വയസ്സ് കഴിഞ്ഞു, ചിലരെ സംബന്ധിച്ചിടത്തോളം ആ വയസ്സല്ല. മുഖ്യമന്ത്രിക്ക് പ്രായം പ്രശ്നമല്ല, കുഴപ്പമില്ല. അവർക്ക് തോന്നുന്ന ആളുകൾക്കും പ്രായം പ്രശ്നമല്ല. പക്ഷേ ജി സുധാകരൻ
അന്തസ്സോടുകൂടി, അതായത് ആര് പറഞ്ഞാലും അദ്ദേഹം അഴിമതി കാണിക്കത്തില്ല. അതാണ് അദ്ദേഹത്തിൻ്റെ പ്രശ്നം. അദ്ദേഹത്തെ പൊതുമരാമത്തിൽ കൊണ്ടുവന്നിരുത്തി നമുക്ക് ഇന്നതുപോലെ ഒന്ന് ചെയ്ത് മറ്റൊന്ന് റെഡിയാക്കി തരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അയാൾ പോടാവില്ല എന്ന് പറയും. അത് തന്നെ ചെയ്യുന്നത്. അങ്ങനെ ചെയ്തതുകൊണ്ടാണ് ശ്രീ ജി സുധാകരനെ എനിക്കിഷ്ടം. കാരണം അങ്ങനെയുള്ള ആളുകൾ വേണം നിയമസഭയിലേക്ക് വരാൻ. ഇങ്ങനെയുള്ള ആളുകളുടെ സാന്നിധ്യം വേണം. ഇത് മനസ്സിലാക്കണം. ഒന്നുമില്ലെങ്കിൽ അവരെ കണ്ടുകൊണ്ടിരുന്നാൽ പോലും ഈ കള്ളം കാണിക്കുന്നവനൊരു ഉടുപ്പുണ്ടാവും. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ഇങ്ങനെയുള്ള ആളുകൾ അവിടെ കടന്നു വരണം. അത് സംസാരിക്കാൻ, നിർഭയമായിട്ട് സംസാരിക്കാൻ അറിയാവുന്നവർ, അല്ലാതെ പാർട്ടി ബന്ധനങ്ങളിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്നവരല്ല അവിടെ വരേണ്ടത്. അവർ ആരായാലും അഴിമതി കാണിച്ചോ വൃത്തികേട് കാണിച്ചാലും അതിനെ വിളിച്ചു പറയാൻ കഴിവുള്ള ആളുകൾ അവിടെ വരണം. അതല്ലല്ലോ നമ്മളിന്ന് കാണുന്നത്. നമ്മളിന്ന് കാണുന്നത് എന്ത് വൃത്തികേട് കാണിച്ചാലും ശരി, പാർട്ടിക്കാരൻ, ഞങ്ങളുടെ പാർട്ടിക്കാരനാണ്, തോന്നിവാസം മുഴുവൻ കാണിക്കും, വിളിച്ച് പറയും, തെറി പറയും. അങ്ങനെ മര്യാദയില്ലാതെ സംസാരിക്കുന്ന ആളുകൾ നമുക്ക് ഒരുപാട് കാണാം. അവരാണ് ഇന്നത്തെ പലപ്പോഴും ഉണ്ടാകുന്ന പൊതുപ്രവർത്തകർ എന്ന്, രാഷ്ട്രീയ പ്രവർത്തകർ എന്ന് വിശ്വസിക്കുന്നതിൽ അതങ്ങ് തെറ്റി. എനിക്ക് പറയാനുള്ള ഒറ്റ കാര്യമുള്ളൂ, ശ്രീ ജി സുധാകരൻ ആരോടും പിന്തുണ ചോദിക്കത്തില്ല, ആവശ്യപ്പെടത്തില്ല. ഇപ്പോൾ യു ഡി എഫിനെ വിളിച്ച് എനിക്ക് പിന്തുണ തരണേ എന്ന് പറഞ്ഞ് അദ്ദേഹം ചോദിക്കത്തില്ല. യു ഡി എഫ് ചെയ്യേണ്ടത്, യു ഡി എഫ് എന്നല്ല ഇവിടുത്തെ പ്രതിപക്ഷമൊക്കെ ചെയ്യേണ്ടത്, എൻ്റെ അഭിപ്രായത്തിൽ നല്ലൊരു കാര്യം നിങ്ങൾ ചെയ്തതായിട്ടേ വരുള്ളൂ. എല്ലാവർക്കും ഒന്നും പിന്തുണ കൊടുക്കാൻ ഞാൻ പറയത്തില്ല. വേറെ സ്ഥാപിത താല്പര്യക്കാർ ഒരുപാട് പേര് ഇതുപോലെ പാർട്ടിയൊക്കെ മാറി മത്സരിക്കുകയൊക്കെ ചെയ്യും, അവരെയൊക്കെ പിന്തുണ കൊടുക്കണമെന്നും ഞാൻ പറയത്തില്ല. പക്ഷേ ഇതിനകത്ത് ശ്രീ ജി സുധാകരനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിന് പിന്തുണ കൊടുക്കണം. കൊടുക്കുന്നത് എന്തെന്നറിയോ, അത് കൊടുക്കുന്നത് മൂലം നിങ്ങൾക്ക് വിലയുണ്ടാവുകയുള്ളൂ. കാരണം നിങ്ങൾ കൊള്ളാവുന്ന ഒരാളെയാണ് നിങ്ങൾ നിർത്തുന്നത്. ശ്രീ ജി സുധാകരൻ പറഞ്ഞു, ഞാൻ സി പി എമ്മിനെതിരെ ഞാനൊന്നും പറയത്തില്ല. കാരണം സി പി എമ്മിനെതിരെ അല്ല അദ്ദേഹം മത്സരിക്കുന്നത്. അദ്ദേഹം മത്സരിക്കുന്നത് പാർട്ടിക്കെതിരെ അല്ല, പാർട്ടിക്കാരെന്ന് പറയുന്ന വൃത്തികെട്ടവന്മാർക്കെതിരെയാണ്. അതാണ് മനസ്സിലാക്കേണ്ടത്. പാർട്ടിക്ക് കുറ്റമൊന്നുമില്ലല്ലോ, പാർട്ടി അല്ലല്ലോ ദോഷം ചെയ്തേക്കുന്നത്. പാർട്ടി ശ്രീ ജി സുധാകരനോടൊന്നും ചെയ്തിട്ടില്ല. പാർട്ടിക്കാരെന്ന് പറയുന്ന അധപ്പതിച്ചാടുകളാണ്. അത് സുധാകരൻ പറഞ്ഞു വ്യക്തമായിട്ട്. അദ്ദേഹം പറഞ്ഞത് ഈ പാർട്ടി ഇതൊന്നും അറിയാൻ വയ്യാത്ത ആളുകൾ, ഇതൊന്നും അറിഞ്ഞുകൂടാത്ത ആളുകൾ ഇന്ന് കുറേ പേരുണ്ട്. അവരാണ് ഈ പാർട്ടിയും കൊണ്ട് നടക്കുന്നത്, പാർട്ടിക്കാരെന്നും പറഞ്ഞ് നടക്കുന്നത്. അത് ആ വിവരക്കേടുകൾ നമ്മൾ മനസ്സിലാക്കണം. ഇതാണ് കാര്യം. അത്രത്തോളം ആ വിവരക്കേടുകളുള്ള അതിനെതിരെയാണ് ശ്രീ ജി സുധാകരൻ്റെ ഒറ്റയാൾ പോരാട്ടം. അതിന് വേണ്ടതെന്ന് പറഞ്ഞാൽ അത് യഥാർത്ഥത്തിൽ എൻ്റെ അഭിപ്രായത്തിൽ ഈ പ്രതിപക്ഷ പാർട്ടികളെല്ലാം അദ്ദേഹത്തിനെ ആകമഴിഞ്ഞ് പിന്തുണയ്ക്കണം, അദ്ദേഹത്തിന് വേണ്ടി പ്രവർത്തിക്കണം. അദ്ദേഹം പറഞ്ഞ് മാർക്സിസ്റ്റ് പാർട്ടിക്കെതിരെ ഞാനൊന്നും, സി പി എമ്മിനെതിരെ ഞാനൊന്നും പറയത്തില്ല. എൻ്റെ മത്സരം സി പി എമ്മിനെതിരെ അല്ല. പിന്നെ ഞാൻ വേറൊരു രാഷ്ട്രീയത്തിലും ചേരത്തില്ല. അത് അദ്ദേഹത്തിൻ്റെ വ്യക്തിത്വമാണ്, ഇൻഡിവിജ്വാലിറ്റിയാണ് ആ കാണുന്നത്. അങ്ങനെ വ്യക്തിപ്രഭാവമുള്ള, സത്യസന്ധതയുള്ള, തൻ്റെ ഇടമുള്ള ആളുകൾ വേണം നിയമസഭയിൽ വരാൻ. എന്തിന്? ജനങ്ങൾക്ക് വേണ്ടി, ഞങ്ങൾക്കൊക്കെ വേണ്ടി. നിങ്ങൾ വരണം ശ്രീ സുധാകരൻ, നിങ്ങൾ മത്സരിക്കണം. ജയിക്കുന്നോ തോൽക്കുന്നോ എന്നുള്ളതല്ല, നിങ്ങളുടെ ഈ പോരാട്ടം ഉണ്ടല്ലോ അതുമായി വരണം. നിർബന്ധമായിട്ട് മുന്നോട്ട് പോകണം, ശക്തമായിട്ട് ധൈര്യമായിട്ട് മുമ്പോട്ട് പോകണം. അതാ ചെയ്യേണ്ടത്.